സുരേഷ് ഗോപിയുടെയും BJPയുടെയും വിജയം മുന്നിൽ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി പോലും ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നിരവധിയായിട്ടുള്ള കേസുകൾ കൊണ്ടുവരാനും അദ്ദേഹത്തെ ഒതുക്കുവാനും വേണ്ടിയിട്ടുള്ള ശ്രമം, അമ്മമാരുടെ വലിയൊരു പിന്തുണ, ആ തൃശ്ശൂരുള്ള അമ്മമാരുടെ വലിയൊരു പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു, NDയോടൊപ്പം ഉണ്ടായിരുന്നു. ചാമര ചിഹ്നത്തിലാണല്ലോ അദ്ദേഹം ജയിച്ചത്. അപ്പൊ താമരയും സുരേഷ് ഗോപിയും ഒരുമിച്ച് പുളകുന്ന ഒരു സമീപനമാണ് തൃശ്ശൂരുണ്ടായത്. തൃശ്ശൂർ ജയിക്കാനുള്ള കാരണം എന്താണ്? ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDയുടെയും നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ 5-6-7 വർഷക്കാലം കൊണ്ട് അവിടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടുത്തെ MPക്കും MLAക്കും ചെയ്യാൻ സാധിക്കാത്ത നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ തൃശ്ശൂരിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾക്ക് ചെയ്യുവാനുള്ള ഒരു ശക്തി, ആ ശക്തി പാർട്ടിക്കും അതോടൊപ്പം തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥിക്കും ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് അവിടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകാൻ വേണ്ടി സാധിച്ചത്. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സുരേഷ് ഗോപിയുടെയും BJPയുടെയും വിജയം മുന്നിൽ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി പോലും ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നിരവധിയായിട്ടുള്ള കേസുകൾ കൊണ്ടുവരാനും അദ്ദേഹത്തെ ഒതുക്കുവാനും വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമം സ്ത്രീകളെ ഉപയോഗിച്ച് പോലും നടത്തപ്പെടുമ്പോൾ അതിനെതിരായിട്ട് വലിയൊരു സ്ത്രീ മുന്നേറ്റം ഉൾപ്പെടെ തൃശ്ശൂരുണ്ടായി. കാരണം അങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കപ്പെടുന്ന ഒരു പാർട്ടിയും അതിന്റെ ലീഡറും, ആ ലീഡറെയും ഒതുക്കാൻ വേണ്ടി ശ്രമം, ആ ശ്രമത്തെ സ്ത്രീപക്ഷ സമൂഹം ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. അത് CPMനും കോൺഗ്രസിനും ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടി എന്നുകൊണ്ട് മാത്രമാണ്. മാത്രമല്ല, അദ്ദേഹത്തെ തോൽപ്പിക്കാനെന്ന വേചേന K മുരളീധരനെ കൊണ്ടുവന്നാൽ തൃശ്ശൂർ അങ്ങ് പിടിച്ചെടുക്കാമെന്നുള്ള കോൺഗ്രസിന്റെ അതിമോഹം, ആ അതിമോഹത്തിനുമുള്ള വിലയാണ് സത്യത്തിൽ ആ തൃശ്ശൂരിലെ ജനാവലി സുരേഷ് ഗോപിക്കും അതോടൊപ്പം തന്നെ NDAക്കും ഈ വലിയ ഭൂരിപക്ഷം നൽകിക്കൊണ്ടുള്ള വിജയം സമ്മാനിച്ചു. ഈ പ്രചരണ സമയത്ത് ഒരുപാട് അമ്മമാരും സഹോദരിമാരും സുരേഷ് ഗോപിക്ക് മുന്നിട്ടിറങ്ങി. അത് കണ്ടിട്ട് CPM പേടിച്ചിരിക്കണം. അപ്പൊ ഈ അമ്മമാര് വിജയം ഉറപ്പിക്കുകയായിരുന്നു സുരേഷ് ഗോപിയുടെ? തീർച്ചയായിട്ടും അമ്മമാരുടെ വലിയൊരു പിന്തുണ, ആ തൃശ്ശൂരുള്ള അമ്മമാരുടെ വലിയൊരു പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു, NDയോടൊപ്പം ഉണ്ടായിരുന്നു. ചാമര ചിഹ്നത്തിലാണല്ലോ അദ്ദേഹം ജയിച്ചത്. അപ്പൊ താമരയും സുരേഷ് ഗോപിയും ഒരുമിച്ച് പുളകുന്ന ഒരു സമീപനമാണ് തൃശ്ശൂരുണ്ടായിട്ടുള്ളത്. ഇനിയൊരു വികസനം എങ്ങനെയായും സുരേഷ് ഗോപിക്ക് ഇപ്പൊ സീറ്റ് കിട്ടിയിരിക്കുകയാണ്? തീർച്ചയായിട്ടും അവിടെ തൃശ്ശൂര് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മാനിഫെസ്റ്റോ, ആ മാനിഫെസ്റ്റോ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും അവിടെ നടപ്പിലാക്കി. എത്രത്തോളം വിജയം ഉറപ്പിച്ചിരുന്നു തൃശ്ശൂർ? കാരണം പല എക്സിറ്റ് പോളിലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി 3ാം സ്ഥാനം കൊടുത്തിരുന്നതാണ്. എന്താണ് കേരളത്തിലെ ഒരു ചാനലിലും പറഞ്ഞില്ല സുരേഷ് ഗോപി ജയിക്കുന്നു. പക്ഷേ നാഷണൽ ചാനൽ പറഞ്ഞു വെച്ചാൽ ഒരു താമര വരും, അത് തൃശ്ശൂർ പറഞ്ഞിട്ടില്ലായിരുന്നു. അല്ല, കേരളത്തിലെ മാധ്യമങ്ങളിൽ BJP ജയിക്കാൻ വേണ്ടി ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് നമ്മൾ നോക്കുന്നില്ല. കാരണം മാധ്യമങ്ങൾ ഇത്രത്തോളം എതിർത്തത് കൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപിക്കും BJPക്കും കേരളത്തിനകത്ത് ഏറ്റവും അധികം മുന്നേറ്റം ഉണ്ടാകുന്നത്. BJPയെ തകർക്കാൻ, കേരളത്തിനകത്ത് തകർക്കാനുള്ള വലിയൊരു ഗൂഢാലോചന മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. ആ മാധ്യമങ്ങളുടെ ഗൂഢാലോചന പൊളിഞ്ഞത് കേരളത്തിനകത്ത് 20% മേളിൽ സീറ്റ് കിട്ടിയും, ഒരു സീറ്റ് കിട്ടുകയും, 3 2ാം സ്ഥാനം വരികയും, മാത്രമല്ല 10-11 നിയോജക മണ്ഡലത്തിൽ 1ാം സ്ഥാനം വരികയും, 8 നിയോജക മണ്ഡലത്തിൽ 2ാം സ്ഥാനം വരികയും, നേരിയ വ്യത്യാസത്തിന് ഏതാണ്ട് 23 മണ്ഡലങ്ങൾ പിറകിൽ പോയ സാഹചര്യം കേരളത്തിൽ. കേരളത്തിലെ ഒരു നിർണായക ശക്തിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ മാറാൻ വേണ്ടി സാധിച്ചത് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ BJPക്കെതിരായിട്ടുള്ള ഈ ഇതാണ് എന്താ പറയുക, കള്ളം പറച്ചിൽ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. നുണപ്രചരണം ശരിക്കും കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു. തൃശ്ശൂരിന് BJPയുടെ കയ്യിലാണ്. തൃശ്ശൂർ BJPയുടെ ഞങ്ങൾ അതിൽ അഹങ്കരിക്കുന്നില്ല. തൃശ്ശൂർ BJPയുടെ കയ്യിലാണെന്ന് വെച്ചാൽ BJPക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള, ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള മാനിഫെസ്റ്റോ, ആ മാനിഫെസ്റ്റോ അനുസരിച്ചിട്ടുള്ള ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട്. സുരേഷ് ഗോപി പറഞ്ഞ മറ്റൊരു കാര്യം, ഞാൻ തൃശ്ശൂരിനെ മാത്രമല്ല കേരളത്തിന് മൊത്തം ഒരു MP ആണ്. ആ കാര്യം നടത്തുമോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനം വേറൊരു രീതിയിലാണല്ലോ. അദ്ദേഹം ഒരു സോഷ്യൽ വർക്കർ എന്ന നിലയ്ക്ക് നിൽക്കുന്നുണ്ടല്ലോ എല്ലാ സ്ഥലത്തും. ഇപ്പോൾ കാസർഗോഡ് പോയി NO സൽമാൻഖാനെ, ഇവിടുത്തെ മന്ത്രിമാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോലും പോകാത്ത സ്ഥലത്ത് അദ്ദേഹം പോയി കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വയനാട് പോയി കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും അദ്ദേഹം ചെയ്യും. സ്വാഭാവികമല്ലേ അത്? അദ്ദേഹം ഒരു സോഷ്യൽ വർക്കർ കൂടി ആയതുകൊണ്ട് അദ്ദേഹം ഈ പാർട്ടിയിൽ വരുന്നതിന് മുമ്പ് തന്നെ, പാർട്ടി വന്നതിന് ശേഷമായാലും നിരവധിയായിട്ടുള്ള ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് അപ്പോൾ അതിരുകളില്ല എന്ന് പറയുന്നത് സ്വാഭാവികം മാത്രമാണ്.